ഓക്കെ, നമ്മൾ കെമിസ്ട്രിയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ ക്ലാസ് വരെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ യൂണിറ്റുകളെ പറ്റിയും അതേപോലെ ഫണ്ടമെന്റൽ യൂണിറ്റുകളെ പറ്റിയും ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയെ പറ്റിയും ഒക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ മാസ് എന്താ, വെയിറ്റ് എന്താ, അതേപോലെ ടെമ്പറേച്ചർ ഒരു ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് അല്ലെങ്കിൽ കെൽവിനിലേക്ക് എങ്ങനെ കൺവെർട്ട് ചെയ്യും, അല്ലെങ്കിൽ ഫാരൻഹീറ്റിലോട്ട് ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് എങ്ങനെ കൺവെർട്ട് ചെയ്യും, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം പഠിച്ചു. മാത്രമല്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ചാപ്റ്ററിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഗ്യാസ് ലോ ഒരു 4 എണ്ണം പഠിച്ചിട്ടുണ്ട്. അപ്പം 5ാമത്തെ ഗ്യാസ് ലോ ആണ് നമ്മൾ ഇന്ന് എഴുതാനായിട്ട് പോകുന്നത്. അത് ഗ്യാസ് ലോയുടെ ഹെഡിങ് എഴുതേണ്ടത് 5 നമ്പർ ഇട്ടിട്ട് എഴുതണേ. പുതിയ ആൾക്ക് ഇന്ന് ആദ്യത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർ 5 നമ്പർ ഇട്ടിട്ട് എഴുതുക. 4 പേജ് വിട്ടിട്ട് 5 നമ്പർ ഇട്ടിട്ട് എഴുതുക. ഗേ-ലൂസാക്സ് ലോ ഓഫ് ഗേഷ്യസ് വോളിയം. ഓക്കെ, ആദ്യം അതിന്റെ സ്റ്റേറ്റ്മെന്റ് എഴുതാം, എന്നിട്ട് അത് കൺസെപ്റ്റ് പറഞ്ഞുതരാം. ദിസ് ലോ വാസ് പ്രപ്പോസ്ഡ്. ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ദേവദർശനോട്. ദേവദർശൻ, നമ്മൾ ഫിസിക്സിന് ഒരു ബുക്ക് ഒരു ബുക്ക് എടുക്കുക, പുതിയ ബുക്ക്, അതിനകത്ത് ഫിസിക്സിന്റെ മാത്രം എഴുതുക. കെമിസ്ട്രിയുടെ നോട്ട് എഴുതുമ്പോൾ കെമിസ്ട്രിയുടെ ഒരു ബുക്ക് എടുത്തിട്ട് അതിനകത്ത് കെമിസ്ട്രി മാത്രം എഴുതുക, കേട്ടോ. ഇങ്ങനെ എഴുതാവും, മിക്സ് ചെയ്ത് എഴുതണ്ട. സെപ്പറേറ്റ് ആയിട്ട് നോട്ട് എഴുതിയെടുക്കുക. നോട്ടെല്ലാം ഞാൻ ഇവിടെ ലൈവില് ഇവിടെ എഴുതി ഷെയർ ചെയ്ത് തരും. അത് അപ്പോൾ തന്നെ നോട്ട് എഴുതിയെടുക്കുക. നോട്ട് കൃത്യം കംപ്ലീറ്റ് ആയിരിക്കണം, നോട്ട് എഴുതാതെ വിട്ടുപോലെ. എന്തെങ്കിലും റേഞ്ചോ ബുദ്ധിമുട്ടോ കേൾക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അപ്പം തന്നെ പറയുക. മനസ്സിലായില്ലെങ്കിൽ അപ്പം തന്നെ പറയുക. ഓക്കെ, നോട്ടുകൾ കൃത്യമായിരിക്കും. ഞാൻ ഇടയ്ക്ക് ചെക്ക് ചെയ്യും. അപ്പം നോട്ട് ഇല്ലെങ്കിൽ ഞാനിവിടെ അത്ര എഴുതിപ്പിച്ചത് ഒരു 50 തവണയൊക്കെ എഴുതിപ്പിക്കും. അപ്പം അതുകൊണ്ട് നോട്ട് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. കാരണം നോട്ടാണ് നിങ്ങളുടെ എക്സാമിന് വേണ്ടത്. ഈ നോട്ട് മാത്രം പഠിച്ചാൽ മതി. നിങ്ങളുടെ ടെക്സ്റ്റോ കാര്യങ്ങളോ ഒന്നും പഠിക്കണ്ട. ജസ്റ്റ് ഈ നോട്ട് പഠിക്കുക, പോയി പരീക്ഷ എഴുതിയാൽ മാർക്ക് കിട്ടും. ഓക്കെ, അപ്പം ദിസ് ലോ വാസ് പ്രപ്പോസ്ഡ് ബൈ ഗേ-ലൂസാക്ക്. ഗേ-ലൂസാക്ക് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ് ഈ ലോ മുമ്പിലേക്ക് പുട്ട് ഫോർവേഡ് ചെയ്തത്. It state that when gases combines to form gaseous product, their volumes are in simple whole number ratio at constant temperature and pressure. അപ്പം ഇവിടെ ഈ ഗേ-ലൂസാക്ക് ലോ ഓഫ് ഗേഷ്യസ് വോളിയം പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗ്യാസുകൾ കമ്പൈൻ ചെയ്തിട്ട് ഗേഷ്യസ് പ്രോഡക്റ്റ് ഉണ്ടാകുന്ന സമയത്ത് ഈ ഗ്യാസിന്റെ വോളിയം അതിന്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ അതൊരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോയിലായിരിക്കും എന്നാണ് ഈ ലോയുടെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവണമെന്നില്ല. അപ്പൊ ഞാനൊരു റിയാക്ഷൻ എഴുതി കാണിക്കാം. നമ്മൾ ലോ എല്ലാം നമ്മൾ റിയാക്ഷൻ ഒക്കെ എഴുതി കാണിച്ചപ്പോഴാണ് നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ അത് മനസ്സിലായത്. സ്റ്റേറ്റ്മെന്റ് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവണം നിർബന്ധമൊന്നുമില്ല. ഓക്കെ, അപ്പം ഇവിടെ ഞാനിപ്പോൾ സിമ്പിൾ ആയിട്ടൊരു കാര്യം എടുക്കുകയാണ്. H2 plus O2 gives H2O. നമ്മൾ കഴിഞ്ഞ വർഷം നിങ്ങൾ എനിക്കൊന്ന് എൻ്റെ അടുത്ത് പഠിച്ചിട്ടുള്ള ഇതിനകത്ത് ഇപ്പം 2 പേരേ ഉള്ളൂ 10ാം ക്ലാസ്സിൽ. അപ്പം 10ാം ക്ലാസ്സിൽ ഞാൻ റിയാക്ഷൻ എഴുതിയപ്പോൾ ഞാൻ അത് പ്രത്യേകം പറഞ്ഞായിരുന്നു, അതിൻ്റെ സ്റ്റേറ്റ് അതിൻ്റെ കൂടെ മെൻഷൻ ചെയ്യണമെന്നുള്ളത്. നിങ്ങളുടെ സ്കൂളിൽ അത് പഠിപ്പിച്ചിട്ടുണ്ടാവും. അപ്പം ഹൈഡ്രജൻ എന്ന് പറയുന്ന ഒരു ഗ്യാസ് ആയതുകൊണ്ട് അത് ഗേഷ്യസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ സൈഡിൽ മെൻഷൻ ചെയ്യാം. അതേപോലെ ഓക്സിജനും ഗ്യാസ് ആയതുകൊണ്ട് ഗേഷ്യസ് സ്റ്റേറ്റിൽ മെൻഷൻ ചെയ്യാം. ഓക്കെ, അതേപോലെ ഈ വാട്ടർ ലിക്വിഡ് സ്റ്റേറ്റ് അല്ലേ, എന്നാൽ വാട്ടർ ലിക്വിഡ് സ്റ്റേറ്റിലല്ല, വാട്ടർ വേപ്പർ ഫോമിലാണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതായത് നീരാവി, അതും ഗേഷ്യസ് സ്റ്റേറ്റിലായിരിക്കും. ഓക്കെ,
ഈ റിയാക്റ്റന്റും പ്രൊഡക്റ്റും ഗേഷ്യസ് സ്റ്റേറ്റിലാകുന്ന റിയാക്ഷനകത്ത് മാത്രമാണ് ഗേ-ലൂസാക്ക് ലോ എന്താകുന്നത്, ആപ്ലിക്കബിൾ ആകുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ബാലൻസ് ചെയ്ത് ഇവിടെ 2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 2. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ റിയാക്ഷന്റെ ഫ്രണ്ടിൽ എഴുതുന്ന നമ്പറുകൾ അതിന്റെ വോളിയത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് വേണേൽ നമുക്ക് എടുക്കാം. അതായത് 2 പാർട്ട് ഹൈഡ്രജൻ വോളിയത്തിൽ എടുക്കുന്നു, അതിന്റെ പകുതി വോളിയത്തിലാണ് ഓക്സിജൻ എടുക്കുന്നത്. അപ്പോൾ ഹൈഡ്രജന്റെ തന്നെ വോളിയത്തിലുള്ള വാട്ടർ വേപ്പേഴ്സ് ഉണ്ടാകുന്നു. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ നോക്കിക്കോളൂ, 2 വോളിയം H2 reacts with 1 volume O2 produces 2 volume water vapor. ഓക്കെ, അതായത് 2 വോളിയം അത് വോളിയത്തിന്റെ യൂണിറ്റ് എന്തും ആവാൻ കേട്ടോ. ഇപ്പം 2 വോളിയം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയാണ്, 100 ml വോളിയത്തിന്റെ യൂണിറ്റ് മീറ്റർ ക്യൂബിൽ പറയാം, അതേപോലെ തന്നെ സെന്റിമീറ്റർ ക്യൂബിൽ പറയാം, ലിറ്ററിൽ പറയാം, മില്ലി ലിറ്ററിൽ പറയാം. നമ്മളിവിടെ തൽക്കാലം മില്ലി ലിറ്ററിൽ എടുക്കുകയാണ്. അപ്പൊ 2 വോളിയം ഹൈഡ്രജൻ റിയാക്ട് ചെയ്യണമെങ്കിൽ 1 വോളിയം ഓക്സിജൻ വേണം. അങ്ങനെയാണെങ്കിൽ 2 വോളിയം വാട്ടർ വേപ്പർ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇനി അത് ആ വോളിയത്തിന്റെ യൂണിറ്റിൽ ഒന്ന് പറഞ്ഞു നോക്കാം. അതായത് ദാറ്റ് ഈസ് IE നമുക്ക് ഇങ്ങനെ എടുക്കാം, 100 ml H2, അതായത് 100 ml H2 റിയാക്ട്സ് വിത്ത് അതിന്റെ പകുതി 2 വോളിയം, അതിന്റെ പകുതി 1 വോളിയമാണ് അല്ലേ. അപ്പൊ 100ന്റെ പകുതി 50. ഇതിൽ റിയാക്ട് വിത്ത് 50 ml O2 produces 100 ml വാട്ടർ വേപ്പർ എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ റിയാക്റ്റന്റിന്റെ റേഷ്യോ എന്തായിരിക്കും, സിമ്പിൾ ഹോൾ നമ്പർ ആയിരിക്കും. ഇപ്പൊ നോക്കിയോ, 100:50 ആണ് നമ്മുടെ റിയാക്റ്റന്റിന്റെ റേഷ്യോ. കട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും, 2:1 വരും. ഇതായിരിക്കും അതിന്റെ സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോയിലായിരിക്കും ഇത് റിയാക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഗേ-ലൂസാക്സ് ലോ പറയുന്നത്. ഇതിനകത്ത് ഞാൻ ഇത് മനസ്സിലായോ? നമ്മുടെ ആരോൺ ഒന്ന് പറഞ്ഞേ, ആരോൺ ഓക്കെ ആണോ? അർച്ചിത എങ്ങനെയുണ്ട്? ഓക്കെ, ആൽവിൻ പറഞ്ഞേ. മനസ്സിലായി. ഓക്കെ, റിജോ ഒന്ന് പറഞ്ഞേ. ഒന്നുകൂടെ പറയാം, എല്ലാവർക്കും വേണ്ടി ഒന്നുകൂടെ പറയാം. റിജോ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, എല്ലാവരും ഇപ്പൊ ശ്രദ്ധിച്ചോ, ഒന്നുകൂടെ പറയാം. അതായത് ഈ ഒരു റിയാക്ഷൻ എഴുതുന്ന സമയത്ത് ആ റിയാക്ഷന്റെ ഫ്രണ്ടിൽ നമ്മൾ ബാലൻസ് ചെയ്യാൻ എഴുതുന്നതിനെ നമുക്ക് നമ്പർ ഓഫ് മോൾസ് ആയിട്ട് കൺസിഡർ ചെയ്യാമെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അത് നമ്പർ ഓഫ് മോൾസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന പോലെ തന്നെ അതിനെ വോളിയമായിട്ടും കൺസിഡർ ചെയ്യാം. ഇപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ H2ന്റെ മുമ്പിൽ എഴുതിയിരിക്കുന്ന ബാലൻസ് ചെയ്യാൻ എഴുതിയിരിക്കുന്ന നമ്പർ എത്ര, 2. ഓക്സിജന്റെ മുമ്പിൽ നമ്പർ ഒന്നുമില്ല, അതുകൊണ്ട് അത് 1 ആണ്. ഹൈഡ്രജൻ വാട്ടറിന്റെ മുമ്പിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാ, 2 ആണ്. ഓക്കെ, ഇതിനർത്ഥം 2 ഇത് 3, അതായത് ഈ റിയാക്റ്റൻസും പ്രൊഡക്റ്റും ഇവിടെ എന്താ, ഗേഷ്യസ് സ്റ്റേറ്റിലാണ്. ഇങ്ങനെയുള്ള റിയാക്ഷനകത്ത് മാത്രമേ നമ്മൾ ഈ പറഞ്ഞ ലോ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇവിടെ ഈ റിയാക്ഷൻ എഴുതിയിരിക്കുന്നത് വോളിയത്തിൽ പറയുവാണെങ്കിൽ 2 വോളിയം ഹൈഡ്രജൻ 2 വോളിയം ഹൈഡ്രജൻ റിയാക്ട് വിത്ത് 1 വോളിയം, ഇത് 1 ആണ്, 1 വോളിയം ഓക്സിജൻ ടു പ്രൊഡ്യൂസ് എത്രയാ, 2 വോളിയം വാട്ടർ വേപ്പർ. അതിൽ ഹൈഡ്രജനും ഓക്സിജനും റിയാക്ട് ചെയ്യുന്നതിന്റെ വോളിയത്തിന്റെ റേഷ്യോ സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ഈ ml ലോട്ടൊന്ന് മാറ്റി നോക്കാം. 100 ml ഹൈഡ്രജൻ എടുത്തു, 2 വോളിയം ഹൈഡ്രജൻ എടുക്കുമ്പോൾ അത് ഒറ്റ വോളിയം ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് വാട്ടർ ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം മനസ്സിലായിക്കോണം. അപ്പൊ 100 ml എടുത്തു കഴിഞ്ഞാൽ 100 ml ഹൈഡ്രജൻ എടുത്തു കഴിഞ്ഞാൽ അത് എത്ര ml ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യത്തുള്ളൂ, 50 ml ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യത്തുള്ളൂ. കാരണം 2:1 ആണ് അവിടെ വന്നിരിക്കുന്നത്. 2 വോളിയം ഹൈഡ്രജൻ 1 വോളിയം ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ടുള്ളെങ്കിൽ ml പറയുമ്പോൾ 100 വോളിയം ഹൈഡ്രജൻ 50 വോളിയം ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യത്തുള്ളൂ. അപ്പൊ അതിന്റെ റേഷ്യോ ഒന്ന് നോക്കി, 100:50 കട്ട് ചെയ്ത് നോക്കി, 2:1 വരും. സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആണോ? ഇനി ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചു നോക്കി,
It states that when gas combines to form gaseous product, ഗ്യാസുകൾ കമ്പൈൻ ചെയ്ത് gaseous product ഉണ്ടാവുമ്പോൾ their volume are in simple whole number ratio. അപ്പോൾ ആ റിയാക്ട് ചെയ്യുന്നതിന്റെ റിയാക്ട് ചെയ്ത റിയാക്ടന്റിന്റെ വോളിയം എന്ന് പറയുന്നത് സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോയിലായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. എല്ലാം എടുക്കാൻ വേണമെങ്കിൽ, അതായത് ഇപ്പുറത്തെയും, അതായത് ഇവിടുത്തെ മൊത്തത്തിന്റെ റേഷ്യോ 2:1:2 എന്ന് വേണമെങ്കിൽ എടുക്കാം. ഓക്കെ, ഇതും ഇതിന്റെ എടുക്കുവാണെങ്കിൽ അത് വേണ്ട, നമുക്ക് നമ്മൾ ആ റിയാക്ടന്റിന്റെ മാത്രം എടുത്താൽ മതി. ഇപ്പൊ ഓക്കെ ആണോ ഒന്ന് പറഞ്ഞേ. ആരോൺ ഓക്കെ ആണോ? ആരോൺ ഓക്കെ. റിജോ ഓക്കെ സർ. ഓക്കെ. ദേവദർശന് എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ കത്തി വരുന്നുണ്ടോ? അതോ ദേവദർശ് റെസ്പോണ്ട് ചെയ്യണേ, മിണ്ടായിരിക്കരുത്. ഓക്കെ. ഇതികയ്ക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇതിക അർച്ചിത ഓക്കെ അല്ലേ? ഓക്കെ സർ. ഓക്കെ. അപ്പം അടുത്ത ഒരു ഹെഡിങ് എഴുതിക്കോളൂ. ഡാൽട്ടൺസ് അറ്റോമിക് തിയറി എന്നൊരു ഹെഡിങ് എഴുതിക്കോ. ഇത് കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചതാണ്. ഡാൽട്ടൺസ് അറ്റോമിക് തിയറി. ശരിക്കും ആറ്റം എന്ന് പറയുന്ന പേര് കോയിൻ ചെയ്ത ഒരു സയന്റിസ്റ്റ് ആണ് ഡാൽട്ടൺ എന്ന് പറയുന്നത്. ആറ്റം എന്ന് പറയുന്ന ഒരു പേര് കൊണ്ടുവന്ന ഒരു സയന്റിസ്റ്റ് ആണ് ഡാൽട്ടൺ. അപ്പൊ അത് തന്നെ നമുക്ക് ആദ്യം എഴുതാം. ദ ടേം ആറ്റം was first used by John Dalton. In Greek, the word atomio means indivisible. അതായത് ആറ്റം എന്ന് പറയുന്നതിന്റെ വേർഡിനർത്ഥം ഗ്രീക്ക് ലാംഗ്വേജിൽ ആറ്റം എന്ന് അറ്റോമിയോ എന്നാണ് പറയുന്നത്. അതിന്റെ അർത്ഥം ഇൻഡിവിസിബിൾ എന്നാണ്. ഇതൊക്കെ നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. ICC കാരും പഠിച്ചിട്ടുണ്ട്, CBC കാരും പഠിച്ചിട്ടുണ്ട്. ഡാൽട്ടന്റെ കൺസെപ്റ്റ് അനുസരിച്ച് ആറ്റത്തിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ പിന്നീട് ഉള്ള കണ്ടുപിടുത്തങ്ങൾ വന്നപ്പം ആറ്റത്തിന്റെ ഉള്ളിൽ പ്രോട്ടോൺ കണ്ടുപിടിച്ചു, ഇലക്ട്രോൺ കണ്ടുപിടിച്ചു, ന്യൂട്രോൺ കണ്ടുപിടിച്ചു. ഇനി ഇത് മാത്രമല്ല, നമ്മൾ പഠിച്ചിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. ഇതല്ലാതെ പൈമേസോൺ, കാക്സ്, ആന്റിന്യൂട്രീനോ എന്നൊക്കെ പറഞ്ഞ കുറെ സബാറ്റോമിക് പാർട്ടിക്കിൾസ് ഉണ്ട്. ഒരു 32ഓളം സബാറ്റോമിക് പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പോൾ വലിയ ക്ലാസ്സുകളിൽ ഫിസിക്സും ഒക്കെ എടുത്ത് മെയിൻ ആയിട്ട് പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് സാധിക്കും. ഇപ്പൊ തൽക്കാലം നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ച പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോണിനെ പറ്റി അറിഞ്ഞിരുന്നാൽ മതി. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഡാൽട്ടൺ എന്ന് പറയുന്ന ആള് അന്നത്തെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് വെച്ചിട്ടാണ് ഈ കണ്ടുപിടുത്തങ്ങൾ നടത്തിയത്. അതുകൊണ്ട് തന്നെ അതൊരു വലിയ കണ്ടുപിടുത്തമായിരുന്നു. അതുകൊണ്ട് പുള്ളിക്ക് നോബൽ സമ്മാനമൊക്കെ കൊടുത്തു. പിന്നീട് ഈ ഡാൽട്ടന്റെ അറ്റോമിക് തിയറി ഓരോ സമയം ഇങ്ങനെ പോകും തോറും പുതിയ കാര്യങ്ങൾ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് വെച്ച് കണ്ടുപിടിക്കാൻ തുടങ്ങിയപ്പം ജെ തോമസൺ ഇലക്ട്രോൺ കണ്ടുപിടിച്ചപ്പം അത് ആറ്റത്തിന്റെ ഉള്ളിലാന്നുള്ള കാര്യം മനസ്സിലാക്കി. അപ്പൊ ആറ്റത്തിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന് ശരിക്കും പറഞ്ഞാൽ ഈ ഡാൽട്ടന്റെ അറ്റോമിക് തിയറിയാണ് ഫസ്റ്റ് അറ്റോമിക് തിയറി എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ ഇതിന് കുറച്ച് പോസ്റ്റുലേറ്റ്സ് ഉണ്ട്. ആ പോസ്റ്റുലേറ്റ് പഠിക്കണം. ചിലപ്പോൾ 2 മാർക്കിന്, ഉറപ്പൊന്നുമില്ല ചോദിക്കുന്നുള്ളത്, കാരണം ഇതിനേക്കാൾ നല്ല ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിനകത്തുണ്ട്. ഒരു ചിലപ്പം ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് 2 മാർക്കിന് വല്ലതും ചോദിക്കാം. ഓക്കെ, ആദ്യത്തെ പരീക്ഷയ്ക്ക്, അവസാനത്തെ പരീക്ഷയ്ക്കൊക്കെ ഈ ഡാൽട്ടൺസ് അറ്റോമിക് തിയറി ഒന്നും വരാൻ പോകുന്നില്ല. അത് വേറൊരു കാര്യം. എന്നാലും നമുക്കത് പഠിച്ചല്ലേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം പോസ്റ്റുലേറ്റ് ഫസ്റ്റ് ആറ്റം, ഇറ്റ് ഈസ് ദ ഫസ്റ്റ് അറ്റോമിക് തിയറി എന്ന് വേണമെങ്കിൽ അതും കൂടെ ഒരു പോയിന്റ് ആയിട്ട് എഴുതിക്കും, ഒരു ഡോട്ട് ഇട്ട് എഴുതിക്കും. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് അറ്റോമിക് തിയറി എന്നിട്ട് താഴോട്ട് അതിന്റെ പോസ്റ്റുലേറ്റ് എന്നൊരു ഹെഡിങ് കൊടുക്കുക.
അപ്പം പുള്ളിയുടെ കുറച്ച് കണ്ടുപിടുത്തങ്ങളാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റുലേറ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പം എഴുതിക്കോ. ഒന്നാമത്തെ പോസ്റ്റുലേറ്റ് ഒരു ഡോട്ട് ഇട്ട് എഴുതിക്കോ. മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് minute and indivisible particles known as atom. അടുത്ത ഡോട്ട് atom can neither be created nor be destroyed. പുതിയ ഒന്നിനെ നിർമ്മിക്കാനോ അല്ലെങ്കിൽ ഉള്ളതിനെ നശിപ്പിക്കാനോ പറ്റത്തില്ല എന്നുള്ള കൺസെപ്റ്റ് ആണ് അദ്ദേഹം പറയുന്നത്. ഇത് രണ്ടും കറക്റ്റാ. ഈ പോസ്റ്റുലേറ്റ് രണ്ടും കറക്റ്റ് അല്ല. ഇൻഡിവിസിബിൾ എന്ന് പറഞ്ഞത് തെറ്റാണ്. രണ്ടാമത് ആറ്റം ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് എന്ന് പറയുന്നത് നോർ ബി ഡിസ്ട്രോയിഡ് എന്ന് പറയുന്നത് കറക്റ്റാണ്. ഇനിയും ഒരു ഉദാഹരണം പറയാം. അത് പോസ്റ്റുലേറ്റ് ആയിട്ട് പറഞ്ഞിട്ട് അതിന്റെ എക്സാമ്പിൾ പറയാം. എഴുതിക്കോളൂ. ആറ്റം ഓഫ് സെയിം elements are identical in their properties and mass, while atoms of different element have different properties and mass. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ഗോൾഡിന്റെ പീസ്, ഗോൾഡ് ബിസ്ക്കറ്റ് ഒക്കെ നിങ്ങൾക്ക് ടി വിക്കകത്തും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ പല പരസ്യത്തിനകത്തൊക്കെ ഗോൾഡ് ബിസ്ക്കറ്റ്സ് കാണാറുണ്ട്. അപ്പം നിങ്ങൾ ഈ ഞാൻ പറയുന്ന പോലെ അസ്യൂം ചെയ്യണേ, ഇതൊരു ഗോൾഡ് ബിസ്ക്കറ്റ് ആണ് നിങ്ങളങ്ങ് സങ്കല്പിക്കുക. ഓക്കെ, ഇതൊരു ഗോൾഡ് ബിസ്ക്കറ്റ് ആണ്. ഓക്കെ, ഈ ഗോൾഡ് ബിസ്ക്കറ്റ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ലക്ഷക്കണക്കിന് ആറ്റങ്ങൾ കൊണ്ടാണ്. ഞാൻ ഈ വരയ്ക്കുന്ന ഓരോ ഡോട്ടുകളും ആറ്റമാണെന്ന് വിചാരിക്കുക. ആറ്റത്തിനെ കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല. ഈ ഗോൾഡ് ബിസ്ക്കറ്റിനെ സൂം ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആറ്റങ്ങളെ കണ്ണുകൊണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ കാണാൻ പറ്റുമെന്ന് അസ്യൂം ചെയ്യുക. ഓക്കെ ആണല്ലോ? ഇതെല്ലാം ആറ്റങ്ങളാണ്. ലക്ഷക്കണക്കിന് ആറ്റങ്ങളുടെ ഒരു 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 കലവറയാണ് ശരിക്കും ഈ ഗോൾഡ് ബിസ്ക്കറ്റ് എന്ന് പറയുന്നത്. ഗോൾഡ്, ഇതെല്ലാം ഗോൾഡ് ആറ്റമാണ്. ഗോൾഡിന്റെ സിഗ്നല് AU എന്നാണ് പറയുന്നത്. കാരണം അതിന്റെ ലാറ്റിൻ നെയിം ഓറം ആണ്. ഓറം, AU. ഓക്കെ, അപ്പം ഇതിനകത്ത് രണ്ട് ആറ്റത്തിനെ അടർത്തിയെടുത്തു. ഈ ഒരു ആറ്റവും ഈ ഒരു ആറ്റവും. ഇതെല്ലാം അസംഷൻ ആണ് കേട്ടോ. രണ്ട് ആറ്റത്തിനെ അടർത്തിയെടുത്തു. ഈ ആറ്റത്തിനെ പറ്റി പഠനം നടത്തി, ഈ ആറ്റത്തിനെ പറ്റി പഠനം നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ രണ്ട് ആറ്റവും പ്രോപ്പർട്ടിയിലും മാസിലും സെയിം ആണ് എന്നുള്ളതാണ്. അങ്ങനെ ഈ എല്ലാ ആറ്റങ്ങളെയും എടുത്ത് പഠനം നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ ആറ്റങ്ങളെല്ലാം അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടിയിലും അതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടിയിലും അതിന്റെ മാസിലും സിമിലാരിറ്റി കാണിക്കുന്നു. സെയിം എലമെന്റിന്റെ എല്ലാ ആറ്റംസും സെയിം പ്രോപ്പർട്ടീസ് കാണിക്കും. എന്നാൽ ഡിഫറെന്റ് എലമെന്റിന്റെ ആറ്റങ്ങൾ ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് ആയിരിക്കും കാണിക്കുന്നത്. ഇപ്പം ഒരു ഗോൾഡിന്റെ ബിസ്ക്കറ്റ് ഞാൻ വരച്ചല്ലോ. ഇപ്പുറത്ത് ഞാനൊരു സിൽവറിന്റെ പീസ് അങ്ങോട്ട് എടുത്തിരിക്കുക. ഇത് സിൽവറാണ്. ഓക്കെ, ഇതിനകത്ത് എന്തുണ്ടാവും? സിൽവർ ആറ്റങ്ങൾ, ലക്ഷക്കണക്കിന് സിൽവർ ആറ്റങ്ങൾ കാണും. ഓക്കെ, ഈ ഗോൾഡിനകത്തുനിന്ന് ഒരാറ്റത്തിനെയും സിൽവറിനകത്തുനിന്ന് ഒരാറ്റത്തിനെയും എടുത്തു എന്ന് അസ്യൂം ചെയ്യാം. എല്ലാ അസംഷനാണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇതിനകത്ത് എടുത്തിട്ട് നിങ്ങൾ ഈ രണ്ട് ആറ്റത്തിനെ പറ്റി പഠനം നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഗോൾഡിനുള്ള ഫിസിക്കൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആയിരിക്കില്ല സിൽവറിനുള്ളത്. ഗോൾഡിന്റെ മാസ് ആയിരിക്കില്ല സിൽവറിന്റെ ഒരു ആറ്റത്തിനുള്ളത്. അപ്പം അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആറ്റംസ് ഓഫ് ഡിഫറെന്റ് എലമെന്റ് ഹാവ് ഡിഫറെന്റ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ആൻഡ് മാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതും പുള്ളി പറഞ്ഞത് കൃത്യമാണ്. ഓക്കെ, ഇത് പടമൊന്നും വരയ്ക്കണ്ട, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി വരച്ചതേ ഉള്ളൂ. സ്റ്റേറ്റ്മെന്റ് എഴുതിയാൽ മാത്രം മതി. ഓക്കെ, ഇനി അടുത്തത് ഓരോ ഇത് പോസ്റ്റുലേറ്റ് ഫുള്ള് പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് ഞാൻ
അത് നിങ്ങളിലേക്ക് വരാമേ. അപ്പം അടുത്ത ഒരു പ്രോപ്പർട്ടിയും കൂടെ എഴുതിക്കോ. Atoms combines to form compound atom called molecule. നിങ്ങൾ ഹൈഡ്രജന്റെ ഒരു ആറ്റം മനസ്സിൽ കൺസിഡർ ചെയ്യുക, ഹൈഡ്രജന്റെ വേറൊരു ആറ്റം മനസ്സിൽ കൺസിഡർ ചെയ്യുക. ഇവർ തമ്മിൽ ഇലക്ട്രോണിനെ ഷെയർ ഒക്കെ ചെയ്തിട്ട് കോവാലന്റ് ബോണ്ട് ഉണ്ടാക്കിയിട്ട് ഇവരെന്ത് ചെയ്യുന്നറിയോ, H2 എന്ന് പറയുന്ന ഒരു മോളിക്യൂളായിട്ട് എക്സിസ്റ്റ് ചെയ്യും. കണ്ടോ, ആറ്റങ്ങൾ കമ്പൈൻ ചെയ്തപ്പോൾ കോമ്പൗണ്ടഡ് ആറ്റം ഉണ്ടായി, അതിനെ നമ്മൾ മോളിക്യൂൾസ് എന്ന് പറയും. ഓക്കെ ആണല്ലോ. അതും പുള്ളി പറഞ്ഞത് കറക്റ്റ് ആണ്. പുള്ളി പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, മെയിൻലി ഒറ്റ കാര്യമുള്ളൂ തെറ്റായിട്ടുള്ളത്, ആറ്റം ഇൻഡിവിസിബിൾ ആണെന്ന് പറയുന്നത്. അത് പക്കാ തെറ്റാണ്. ഇനി അടുത്തത് ഇതും പറഞ്ഞ പുള്ളി പറഞ്ഞ കറക്റ്റ് ആണ്. when atom combines, they do so in a fixed ratio by mass. ഇത് ഞാൻ ഇന്നലെ പഠിപ്പിച്ചപ്പോൾ കമ്പൈൻ ചെയ്യുമ്പോൾ അതിന്റെ മാസിന്റെ റേഷ്യോ ഫിക്സ്ഡ് ആയിരിക്കും എന്ന് പറഞ്ഞ നമ്മൾ എങ്ങനെയാ പറഞ്ഞത്? അതായത് ആരോൺ എന്താണ് ഗൾഫിലാണ്, ആരോൺ അവിടെ നിന്ന് ഓക്സിജനെ ശ്വസിച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്ത് കളയുന്നു ആണല്ലോ. ആ കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്ത് കളയുമ്പോൾ ആ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായ കാർബണിന്റെയും ഓക്സിജന്റെയും മാസിന്റെ റേഷ്യോ എന്ന് പറയുന്നത് തന്നെയായിരിക്കും. ആൽവിൻ ഗൾഫിൽ തന്നെയാണ്, പക്ഷെ വേറൊരു സ്ഥലത്താണ്. ആൽവിൻ ഇരിക്കുന്ന സ്ഥലത്ത് ആൽവിൻ ഇരുന്ന് ശ്വസിച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ചു വിടുമ്പോൾ അവിടത്തെ ആ കാർബൺ ഡൈ ഓക്സൈഡിനെ എടുത്തിട്ട് അതിന്റെ മാസ് റേഷ്യോ നോക്കി കഴിഞ്ഞാൽ അത് നേരത്തെ മാസ് റേഷ്യോ ഈക്വലായിരിക്കും. അത് തന്നെയായിരിക്കും ഞാൻ ഇവിടെ നിന്നിട്ട് റെസ്പയർ ചെയ്യുന്ന സമയത്ത് തിരിച്ചുവിടുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ റേഷ്യോ എന്ന് പറയുന്നത്. ഇനിയും വെള്ളത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ വാട്ടർ എടുക്കുമ്പോഴത്തേക്ക് H2O ഹൈഡ്രജന്റെ മാസും ഓക്സിജന്റെ മാസിന്റെയും അതേ റേഷ്യോ തന്നെ ആയിരിക്കും. അതിന് നിങ്ങൾ വെള്ളം എങ്ങനെ ഉണ്ടാക്കിയാലും അല്ലെങ്കിൽ ഏത് നാട്ടിലെ വെള്ളം ചെന്നെടുത്ത് അതിന്റെ റേഷ്യോ നോക്കിയാലും അത് തന്നെയായിരിക്കും. അപ്പോൾ ആറ്റം കമ്പൈൻ ചെയ്യുന്നത് ഒരു ഫിക്സ്ഡ് റേഷ്യോയിലായിരിക്കും. അപ്പം നമ്മൾ ഇന്നലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ വെച്ചിട്ടാണ് പറഞ്ഞത്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ എത്രയാ? ഈ കാർബണിന്റെ മാസ് 12 ആണ്, ഓക്സിജന്റെ ഒരു ആറ്റത്തിന്റെ മാസ് 16 ആണ്, രണ്ടുള്ളതുകൊണ്ട് 32. ഓക്കെ, ഇതായിരിക്കും അവിടുത്തെ റേഷ്യോ. കട്ട് ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ 6:16 എന്നും വീണ്ടും കട്ട് ചെയ്യുമ്പോൾ 3:8 എന്നും വരും. അപ്പോൾ നിങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡിനെ നിങ്ങൾ എന്താണ് തടി കത്തിച്ചിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കിയാലും അല്ലെങ്കിൽ എന്താ ശ്വസിച്ച് അല്ലെങ്കിൽ ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ ഉള്ള കാർബൺ ഡൈ ഓക്സൈഡിന്റെ മാസ് എടുത്താലും, ഇനി കാർബൺ ഡൈ ഓക്സൈഡിനെ നിങ്ങൾ ഏത് വഴി ഉണ്ടാക്കിയാലും കാർബൺ ഡൈ ഓക്സൈഡിനെ നമുക്ക് പല എന്താണ് ലബോറട്ടറി മെത്തേഡിലൂടെ ഉണ്ടാക്കാൻ പറ്റും. അപ്പം അതിലൊക്കെ ഇന്നുണ്ടാക്കിയ കാർബൺ ഡൈ ഓക്സൈഡിനകത്തെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ മാസിന്റെ റേഷ്യോ ഫിക്സ്ഡ് ആയി. വാട്ടർ എടുത്തു കഴിഞ്ഞാൽ H2O എടുത്തു കഴിഞ്ഞാൽ നോക്കിയോ, H2O എടുത്തു കഴിഞ്ഞാൽ 2 ഹൈഡ്രജൻ ഉണ്ട്, 2 ഗ്രാം. ഒരു ഓക്സിജന്റെ മാസ് 16, കട്ട് ചെയ്യുമ്പോൾ 1:8. ഈ H2O ഇത് നിങ്ങൾ എവിടെ അമേരിക്കയിൽ ചെന്നിട്ട് അവിടെ നിന്ന് കിണറുണ്ടെങ്കിൽ കിണറ്റിൽ നിന്ന് വെള്ളം കോരി H2O എടുത്തിട്ട്, ഇതൊക്കെ അസംഷൻ ആണ് കേട്ടോ, H2O എടുത്തിട്ട് അവിടുത്തെ ഹൈഡ്രജന്റെ ഓക്സിജന്റെ റേഷ്യോ അളന്നാൽ കിട്ടുന്നതും ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഹൈഡ്രജൻ എടുത്തിട്ട് അല്ലെങ്കിൽ ഇവിടുത്തെ കിണറ്റിൽ നിന്ന് വെള്ളം കോരി എടുത്തിട്ട് അതിനകത്തെ ഒരു മോളിക്യൂൾ എക്സ്ട്രാക്ട് ചെയ്തെടുത്തു എന്നിട്ട് അതിനകത്തെ ഹൈഡ്രജന്റെ ഓക്സിജന്റെ റേഷ്യോ എടുത്താലും കിട്ടുന്ന റേഷ്യോ എന്ന് പറയുന്നത് 1:8 തന്നെയായിരിക്കും. അതും അദ്ദേഹം പറഞ്ഞത് കറക്റ്റ് ആണ്. ഓക്കെ, ഇനി അടുത്തത് ഡാൾട്ടന്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രത്യേകത എന്താ അറിയോ? ഈ ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ പുള്ളിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. പുള്ളിയുടെ തിയറി വെച്ചിട്ട് ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ പുള്ളിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. അതൊരു സ്റ്റാർ ഇട്ടിട്ട് വേണമെങ്കിൽ കൊടുത്തു. ഡാൾട്ടൻസ് തിയറി could explain the law of
കെമിക്കൽ കോമ്പിനേഷൻ. കെമിക്കൽ കോമ്പിനേഷൻ നമ്മൾ ഇന്നിപ്പം തുടങ്ങിയത് കെമിക്കൽ കോമ്പിനേഷൻ്റെ ഒരു ലോ ആയിരുന്നു, ഗേ-ലൂസാക്സ് ലോ. ഇന്നലെ നമ്മൾ അവഗാഡ്രോ ലോ പഠിച്ചു, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പഠിച്ചു, ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ പഠിച്ചു, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ പഠിച്ചു. ഇതെല്ലാം ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ ആണ്. ഈ കെമിക്കൽ കോമ്പിനേഷന്റെ നിയമങ്ങളെല്ലാം ഈ ഡാൽട്ടൺസ് തിയറി വെച്ചിട്ട് ഡാൽട്ടനെ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഈ ഡാൽട്ടൺസ് അറ്റോമിക് തിയറി ഓക്കെ ആണോ? ആരോൺ ഓക്കെ ആണോ? Yes, sir. അർച്ചിത ഓക്കെ ആണോ? Okay, sir. ഓക്കെ, റിജോയും ആൽവിനും പറഞ്ഞേ. Okay, sir. ഓക്കെ, ഇതിക എങ്ങനെയുണ്ട്? Okay, sir. ഓക്കെ, ഇതിക. Yes, sir. ഓക്കെ, ദേവദർശൻ. Yes, sir. Okay, sir. ഓക്കെ ഓക്കെ, ഗുഡ് ഗുഡ്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിച്ചതിന്റെ കുറച്ചുകൂടെ ഒരു അഡ്വാൻസ്ഡേ ഉള്ളൂ, അല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഈ ഇത്രയേ ഉള്ളൂ കെമിസ്ട്രി എന്നൊന്നും ചിന്തിക്കേണ്ട. ഇത് ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ലളിതമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങോട്ടൊക്കെ വരുമ്പോഴത്തേക്കും ഇച്ചിരി കഷ്ടപ്പാടാണ്. ഓക്കെ, അടുത്തൊരു ഹെഡിങ് എഴുതുക, ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ്. ഒരു ഹെഡിങ് കൊടുത്തു, ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ്. അതിൽ ആറ്റം ഒരുമിച്ച് അങ്ങ് എഴുതാം. ആറ്റം ഈസ് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ of an element. Smallest particle of an element. Molecules are the smallest particle of substance. ഓക്കെ, ഈ ഡിഫറൻസ് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ആരോന്റെ അഭിപ്രായത്തിൽ ഇത് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഒന്ന് പറയാൻ പറ്റുമോ? Yes, sir. കേട്ടില്ല. Yes. പറഞ്ഞു, അറിയാന്ന് പറഞ്ഞു, തെറ്റിക്കോട്ടെ, ഒരു പ്രശ്നവും. ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസിന്റെ theory. ഏതാ ഡസ്റ്റ് പാർട്ടിക്കിൾസ് അതിനകത്ത് വരുന്ന ഏറ്റവും സ്മോളസ്റ്റ് വരുന്നതാണ് ആറ്റം. ഞാൻ ചോദിച്ചത് ആറ്റം, മോളിക്യൂൾസ്, ഡസ്റ്റ് പാർട്ടിക്കിൾസ് സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ആണ്, അതല്ല ഞാൻ സമ്മതിക്കുന്നത്. അതല്ല, ഈ മോളിക്യൂൾസും ആറ്റവും എന്താണെന്നുള്ളതാണ് പറയുന്നത്. ഡസ്റ്റ് പാർട്ടിക്കിളും ഇതുമായിട്ട് തൽക്കാലം ബന്ധിപ്പിക്കണ്ട. ഞാനത് പറഞ്ഞുതരാം. നിങ്ങൾ ഈ കെമിസ്ട്രി ഈ +1 +2 ഉടനീളം ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാം. ഓക്കെ, ഞാൻ നേരത്തെ നിങ്ങൾ ഒരു ഗോൾഡിന്റെ പീസ് എടുക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. ഗോൾഡിന്റെ പീസ് എടുത്തിട്ട് ഞാൻ സൂം ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് എന്താ നമ്മുടെ ആരോണെ കാണാൻ പറ്റുന്നത്? ഗോൾഡിന്റെ ആറ്റംസ് ആണ് എനിക്ക് കാണാൻ പറ്റുന്നത്. എത്ര ആറ്റം ഉണ്ട് ആരോണെ? 6.0 into 22 into 10⁻⁻23. അത്രയുണ്ടെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റുമോ ഒരു ആറ്റത്തിനകത്ത്? അല്ല, ഒരു എലമെന്റിനകത്ത് ലക്ഷക്കണക്കിന് ലാക്സ് ആൻഡ് ലാക്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ? അങ്ങനല്ലേ പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇതൊരു സബ്സ്റ്റൻസ്, ഇതിപ്പോ ഒരു എലമെന്റാ. ഇത് ഗോൾഡ് എന്ന് പറയുന്ന ഒരു എലമെന്റാ, ഗോൾഡ് എലമെന്റാ. ഈ ഗോൾഡിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് എന്ന് പറയുന്നത് ഇതാണ് ഗോൾഡ് ആറ്റം. ഗോൾഡ് ആറ്റമാണ്. ഗോൾഡ് ആറ്റങ്ങളെല്ലാം ചേർന്നിരിക്കുന്ന അവസ്ഥയാണ് ഗോൾഡ് എലമെന്റ് എന്ന് പറയുന്നത്. ഗോൾഡ് എലമെന്റിന്റെ ഏറ്റവും ചെറിയ ഫോമാണ് ഗോൾഡ് ആറ്റം. ഇനി വേറൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങളൊരു പാത്രത്തിനകത്ത് വെള്ളം എടുക്കും. ഇതിനകത്ത് നിങ്ങൾ വെള്ളം എടുക്കും. വെള്ളത്തിനെ സൂം ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വെള്ളത്തിന്റെ മോളിക്യൂളായിരിക്കും. അതായത് ഒരു H2O മോളിക്യൂൾ ഇങ്ങനെ, ഒരു H2O മോളിക്യൂൾ ഇങ്ങനെ,
ഒരു H2O മോളിക്കൂൾ ഇങ്ങനെ, ഒരു H2O മോളിക്കൂൾ ഇങ്ങനെ ലക്ഷക്കണക്കിന് H2O മോളിക്കൂൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. വാട്ടർ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് ആണ്. ആ സബ്സ്റ്റൻസിന്റെ ഇൻഡിവിജ്വൽ യൂണിറ്റ്. അപ്പൊ നിങ്ങൾ ചോദിക്കല്ലേ, അതിനകത്തും ആറ്റങ്ങൾ ഇല്ലയോ? ആറ്റങ്ങൾ കമ്പൈൻ ചെയ്തിട്ടല്ലയോ ഹൈഡ്രജൻ 2 എണ്ണവും ഓക്സിജൻ 1 ആറ്റവും കമ്പൈൻ ചെയ്തിട്ടില്ല. അതൊക്കെ ശരിയാണ്. അപ്പൊ ഇതിന്റെ സ്മോളസ്റ്റ് യൂണിറ്റ് ആറ്റം അല്ലയോ? അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ഇതൊരു സബ്സ്റ്റൻസ് ആണ്. ഈ സബ്സ്റ്റൻസ് എന്ന് പറയുമ്പോൾ വാട്ടർ ആണല്ലോ. വാട്ടറിന്റെ കെമിക്കൽ ഫോർമുല H2O. H2Oനെ ഒരു സിംഗിൾ എൻറ്റിറ്റി ആയിട്ടാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതൊക്കെ എൻ്റെ അടുത്ത് കഴിഞ്ഞ വർഷം പഠിപ്പിച്ചവർക്ക് ഇതൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു, പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പുതിയ കുറച്ച് കുട്ടികളായതുകൊണ്ട് ഞാൻ അത് വീണ്ടും പറയാണ്. അപ്പം ഒരു പാത്രത്തിനകത്ത് നിങ്ങൾ സൾഫ്യൂരിക് ആസിഡ് എടുക്കുകയെന്ന് വിചാരിച്ചു. അതിനർത്ഥം എന്താ? അതിനകത്ത് H2SO4ന്റെ ഒരു മോളിക്കൂൾ അല്ല, ലക്ഷക്കണക്കിന് H2SO4ന്റെ മോളിക്കൂൾ ഉണ്ടെന്ന അർത്ഥം. ഓക്കെ, അപ്പം ഒരു സബ്സ്റ്റൻസിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ മോളിക്യൂൾസ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കണം. നേരെ മറിച്ച് എലമെന്റ് വരുവാണെങ്കിൽ അതിന്റെ ഏറ്റവും ചെറിയ സബ്സ്റ്റൻസ് ആറ്റം ആണെന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഇപ്പം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പേന നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് PVC കൊണ്ടാണ്, പോളിവീനൈൽ ക്ലോറൈഡ്, PVC. അതിനകത്ത് ക്ലോറിൻ ഉണ്ട്, കാർബൺ ഉണ്ട്. പോളിവീനൈൽ ക്ലോറൈഡിന്റെ സിമ്പൽ എങ്ങനെയാണെന്നറിയാമോ? ഇങ്ങനെയാണ്. ഇത് N ടൈംസ് വരുന്നതിനെയാണ് നമ്മൾ പോളിവീനൈൽ ക്ലോറൈഡ് എന്ന് പറയുന്നത്. ഈ മോളിക്കൂൾ ലക്ഷക്കണക്കിന് മോളിക്കൂൾസ് ഇങ്ങനെയുണ്ട്. ഇതാണ് നമ്മുടെ പ്ലാസ്റ്റിക് മീൻസ് നമ്മുടെ ഈ നമ്മുടെ പേനയൊക്കെ പ്ലാസ്റ്റിക് ആണല്ലോ. പേന, അതേപോലെ തന്നെ എന്താണ് നമ്മുടെ വീട്ടിലെ ടാപ്പ്, അതേപോലെ ടാപ്പ് വരുന്ന പൈപ്സ്, ഇതെല്ലാം എന്താണ് PVC ആണ് അല്ലേ? അതിന്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുമ്പോൾ തന്നെ ഇങ്ങനെ. അപ്പൊ ഇത് ഒറ്റ മോളിക്കൂളാണ്. ഇതിന്റെ ലക്ഷക്കണക്കിന് മോളിക്കൂളായിരിക്കും PVC എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഒരു സബ്സ്റ്റൻസിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് അതിന്റെ മോളിക്കൂളാണ്. എലമെന്റ് എടുക്കുമ്പോൾ അതിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് എന്ന് പറയുമ്പോൾ ആറ്റങ്ങളാണ്. ഇത് എപ്പോഴും മനസ്സിലാക്കണം. ഒരു ആറ്റം എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു സിംഗിൾ ആറ്റം. ഓക്കെ, എന്നാൽ ഒരു എലമെന്റിനകത്ത് ഒരു സിംഗിൾ ആറ്റം അല്ല ഉള്ള ലക്ഷക്കണക്കിന് ആറ്റങ്ങൾ കാണും. അതേപോലെ തന്നെ ഒരു മോളിക്കൂൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ വേറെ ഏത് വേണേ എടുത്തോ, നിങ്ങളുടെ നിങ്ങൾ ഇരിക്കുന്ന തടിയുടെ കസേരയാണെന്ന് വിചാരിച്ചു. ഈ തടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കാർബൺ ആണ് അല്ലേ? അപ്പൊ നിങ്ങൾ അത് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് കാർബൺ ആറ്റങ്ങൾ കാണും. വേറൊരു കാര്യം പറയാം, നിങ്ങളുടെ റൂമിൽ നിങ്ങളുടെ ഭിത്തിയിൽ പെയിന്റ് അടിച്ചിട്ടുണ്ട്. ആ പെയിന്റ് എന്ന് പറയുമ്പം എനിക്ക് തോന്നുന്നു ഒരു മിനിമം ഒരു 10 കെമിക്കൽ ചേർത്തിട്ട് ഉണ്ടാക്കപ്പെട്ട ഒരു സാധനമാണ്. അപ്പൊ ഈ 10 കെമിക്കൽ എന്ന് പറയുമ്പോൾ 10 ഇൻഡിവിജ്വൽ കെമിക്കലിന്റെ ലക്ഷക്കണക്കിന് മോളിക്കൂൾ കാണും. ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരെണ്ണത്തിനകത്ത് ഒരു എക്സാമ്പിൾ എന്താ പറയാ, പെയിന്റിനകത്ത് നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു സോൾവെന്റ് ആണ് മെഥനോൾ, CH3OH എന്ന് പറയും. മെഥനോൾ നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇത് കാണും. അതേപോലെ തന്നെ അതിന്റെ കളറിങ് ഏജൻസ് കാണും, സോൾവെന്റ്സ്. ഇതല്ലാതെ തന്നെ വേറെ പല സോൾവെന്റ് കാണും. ഓൾറെഡി ഒരു 10ഓളം കെമിക്കൽ ഉണ്ട്. ഓരോ 10ഓളം കെമിക്കലും ലക്ഷക്കണക്കിന് കാണും. മനസ്സിലായി? ഇപ്പം ഇത് സോൾവെന്റ് ആണ്, ഇതൊരു 10 ലക്ഷം കാണും. അടുത്ത ഒരു കളറിങ് ഏജന്റ് ഡൈ ആണ്, അത് 10 ലക്ഷം കാണും. അങ്ങനെ എത്ര കെമിക്കൽസ് ഉണ്ടോ അതെല്ലാം ലക്ഷക്കണക്കിന് കാണും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതെല്ലാം അതിന്റെ ഇൻഡിവിജ്വൽ ആളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോളിക്കൂൾ. ഓക്കെ, അപ്പം ഇത് വൃത്തിക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ടൈപ്സ് ഓഫ് മോളിക്യൂൾസിന് ഒരു ഹെഡിങ് കൊടുക്കുക. ടൈപ്സ് ഓഫ് മോളിക്യൂൾ. ടൈപ്സ് ഓഫ് മോളിക്യൂളിൽ നമുക്ക് പല രീതിയിൽ മോളിക്യൂളിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഒന്ന്, അതിന്റെ ക്ലാസിഫിക്കേഷൻ ബേസും കൂടെ ഇരിക്കും. based on the type of atom. ആറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മോളിക്യൂൾസിനെ എന്ത് ചെയ്യാം? രണ്ടായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും. based on type of atom, there are two types of ഒന്ന് എന്ന് പറയുന്നത് ഹോമോന്യൂക്ലിയർ എന്ന് പറയും. ഹോമോന്യൂക്ലിയർ മോളിക്കൂളും. അതേപോലെ തന്നെ 2 എന്ന് പറയുന്നത് ഹെട്രോന്യൂക്ലിയർ എന്ന് പറയും. ഹെട്രോന്യൂക്ലിയർ.
ഹോമോ ന്യൂക്ലിയർ മോളിക്കൂളും ഹെട്രോ ന്യൂക്ലിയർ മോളിക്കൂളും ആണ് പറയുന്നത്. അപ്പം അതെന്താണെന്നൂടെ പറയാം. എ മോളിക്കൂൾ കണ്ടെയ്നിങ് only one type of atom are called homonuclear molecule. ഒരു ടൈപ്പ് ആറ്റം മാത്രമേ ഉള്ളെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹോമോ ന്യൂക്ലിയർ മോളിക്യൂൾ എന്ന് പറയുന്നത്. ഞാൻ ഒരു എക്സാമ്പിൾ എടുക്കാം. ഒരു പാത്രത്തിനകത്ത് നിങ്ങൾ ഹൈഡ്രജൻ എടുത്തു എന്നൊന്ന് ചിന്തിച്ച്. അപ്പൊ അതിനകത്ത് ഹൈഡ്രജൻ മോളിക്യൂൾ കാണും, ലക്ഷക്കണക്കിന് ഹൈഡ്രജൻ മോളിക്യൂൾ കാണും. ആ മോളിക്യൂളിനകത്ത് ഒറ്റ ടൈപ്പ് ആറ്റമേ ഉള്ളൂ, ഹൈഡ്രജൻ. ഇപ്പം H2 നമുക്ക് ഇതിനകത്ത് എക്സാമ്പിൾ എടുക്കാം. ഒരു പാത്രത്തിനകത്ത് നിങ്ങൾ ഓക്സിജൻ എടുത്തെന്ന് വിചാരിച്ചു. ഓക്സിജൻ ഒരു മോളിക്യൂളാ, O2 എന്ന് പറയും. അതിനകത്ത് ഏത് ആറ്റം മാത്രമേ ഉള്ളൂ? ഓക്സിജൻ ആറ്റം മാത്രമേ ഉള്ളൂ. രണ്ട് ഓക്സിജൻ ആറ്റം ചേർന്നിട്ടാണ് ഒരു ഓക്സിജൻ മോളിക്യൂൾ ഉണ്ടാകുന്നത്. അത് ഇവിടെ എടുക്കാം. ഇനി എന്താണ്, N2 എടുക്കാം, നൈട്രജൻ. ഇനി O3 ഒസോൺ എടുക്കാം. O3 എന്ന് പറയുമ്പോൾ ഒസോൺ ആണ്, ഒസോൺ എന്ന് പറയും, ഒസോൺ. ഇതൊക്കെയാണ് ഹോമോ ന്യൂക്ലിയർ മോളിക്യൂളിന്റെ എക്സാമ്പിൾ. ഇനി ഹെട്രോ ന്യൂക്ലിയർ വരുന്ന സമയത്ത് അതിൽ ഒന്നിൽ കൂടുതൽ ആറ്റം ഉള്ള മോളിക്യൂൾസിനെയാണ് ഹെട്രോ ന്യൂക്ലിയർ മോളിക്യൂൾ എന്ന് പറയുന്നത്. അപ്പം അവിടെ നമുക്ക് ഇങ്ങനെ എഴുതാം, എ മോളിക്യൂൾ contains different type of atom are called heterogeneous. അത് നമുക്ക് എന്ത് വേണം എഴുതാം, CO2 എഴുതാം. അതൊരു മോളിക്യൂളാണ്. നിങ്ങളൊരു പാത്രത്തിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുകയാണെങ്കിൽ, സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ലക്ഷക്കണക്കിന് മോളിക്യൂൾ കാണും. അപ്പം ആ കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂളിനകത്ത് കാർബൺ ആറ്റം ഉണ്ട്, ഓക്സിജൻ ആറ്റം ഉണ്ട്. അപ്പം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആറ്റം ഉണ്ട്. H2SO4 എടുക്കാം. H2SO4 നിങ്ങളൊരു പാത്രത്തിനകത്ത് എടുക്കുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് H2SO4 മോളിക്യൂൾ ഉണ്ട്. അതിൽ ഓരോ H2SO4 മോളിക്യൂളിനകത്തും ഡിഫറെന്റ് ആറ്റമാണ്. അത് ഹൈഡ്രജൻ ഉണ്ട്, സൾഫർ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. ഓക്കെ, ഇത്രയും മതി. അപ്പം ആ എക്സാമ്പിൾ അത്ര എഴുതിയാൽ മതി. ഇനി ഇഷ്ടത്തിന് എഴുതാം കേട്ടോ. HNO3 എഴുതാം, എല്ലാ കോമ്പൗണ്ടും എഴുതാം. HCl എഴുതാം, NaOH എഴുതാം, NaCl എഴുതാം. ഓക്കെ, അറ്റോമിക് മാസ് എന്നൊരു ഹെഡിങ് കൊടുക്കുക. ഇത് എഴുതിയോ? ഞാൻ ഒന്നുകൂടെ കാണിക്കാമേ, എഴുതിക്കോ. ഓക്കെ, അപ്പൊ അടുത്ത ഹെഡിങ് എഴുതിക്കോ. അറ്റോമിക് മാസ് എന്നൊരു ഹെഡിങ് എഴുതിക്കോ. അറ്റോമിക് മാസ്.
അതിന്റെ എക്സ്പ്ലനേഷൻ എഴുതിയിട്ട് അതിനെപ്പറ്റി പറയാമേ. Atomic mass of an element is a number that express how many times the mass of an atom of the element is greater than 1/12 the mass of carbon 12 isotope. ഇനി ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ പറയാമേ. അതായത് പണ്ട് ഈ ആറ്റങ്ങളുടെയൊക്കെ, ആറ്റം അറിയാലോ, ആറ്റം കണ്ണുകൊണ്ട് പോലും കാണാൻ പറ്റാത്ത ഒരു 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 സബ്സ്റ്റൻസ് ആണ് അല്ലേ? അപ്പം ഈ ആറ്റങ്ങളുടെ മാസ് അളക്കുക എന്ന് പറയുന്നത് ഒരു ഹെർക്കുലിയൻ ടാസ്ക് ആയിരുന്നു സയന്റിസ്റ്റിനൊക്കെ. അപ്പൊ സയന്റിസ്റ്റ് എന്ത് ചെയ്തെന്ന് അറിയാമോ? എങ്ങനെയൊക്കെയോ അല്ല, അതിന് കൃത്യമായിട്ടുള്ള രീതികളുണ്ട്. കാർബണിന്റെ മൂന്ന് ഡിഫറെന്റ് ഫോം എന്ന് പറയുമ്പോൾ ഐസോറ്റോപ്പ് എന്നാണ് പറയാ. കാർബണിന്റെ 3 ഐസോറ്റോപ്പില് കാർബൺ C12 ഐസോറ്റോപ്പ് എന്ന് പറയുന്ന ഒരു ആറ്റം കണ്ടുപിടിക്കുകയും, അല്ല, ആറ്റത്തിന്റെ മാസ് കണ്ടുപിടിക്കുകയും മറ്റ് എല്ലാ എലമെന്റിന്റെ മാസിനെയും ആ കാർബൺ 12 ഐസോറ്റോപ്പിന്റെ മാസുമായിട്ട് കമ്പയർ ചെയ്ത് പറയാൻ തുടങ്ങുകയും ചെയ്തു. ഓക്കെ ആണല്ലോ? മനസ്സിലാക്കുകയാണ്. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പൊ ഡിജിറ്റൽ വെയിറ്റ് നോക്കുന്ന മെഷീൻസ് നമ്മുടെ എന്താണ് ഗ്രോസറി ഷോപ്സിലൊക്കെ ഉണ്ട് അല്ലേ? പക്ഷെ പണ്ട് ത്രാസായിരുന്നു. ഈ ത്രാസിൽ നമുക്കിപ്പോൾ 1 കിലോ ഉരുളക്കിഴങ്ങ് വേണം. എങ്ങനെയാ അത് തൂക്കി തരുന്നത്? ആ 1 കിലോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വെയിറ്റ് എടുത്ത് ആ ത്രാസിന്റെ ഒരു സൈഡിൽ വെക്കുകയും നമുക്ക് അതായത് ആവശ്യമായിട്ടുള്ള എന്താണ് ഉരുളക്കിഴങ്ങ് ആ ഇപ്പുറത്തെ എന്താണ് സൈഡിൽ ഇടുകയും അത് എപ്പോഴാണോ ബാലൻസ്ഡ് ആവുന്നത് അത്രയും ഉരുളക്കിഴങ്ങ് നമുക്ക് കിട്ടുകയും ചെയ്യും 1 കിലോ ആയിട്ട്, അല്ലേ? അപ്പൊ അവിടെ എന്താണ് 1 കിലോയുടെ കട്ടി അല്ലെങ്കിൽ വെയിറ്റ് എന്ന് പറയുന്ന അതാണ് ശരിക്കും അളവുകോല്. അത് വെച്ചിട്ടാണ് നമ്മൾ 1 കിലോ, 2 കിലോ, 3 കിലോ ഒക്കെ അളക്കുന്നത്, 5 കിലോ, 10 കിലോ ഒക്കെ അളക്കുന്നത്. ഇപ്പൊ ഡിജിറ്റലായി. അതേപോലെ തന്നെ അപ്പൊ ആ 1 കിലോയുടെ വെയിറ്റ്, ആ അയൺ വെയിറ്റിന്റെ ജോലിയാണ് ഇവിടെ കാർബൺ 12 ഐസോറ്റോപ്പിന്റെ മാസ് ചെയ്യുന്നത്. അപ്പം കാർബൺ 12 ഐസോറ്റോപ്പിന് ഒരു മാസ് ഉണ്ട്. ആ മാസിന്റെ 1/12 കണ്ടുപിടിച്ചു. അതിനെ 1 AMU എന്ന് പറയുന്നു. ഓക്കെ. എന്നിട്ട് ബാക്കിയുള്ള എല്ലാത്തിന്റെയും മാസിനെ ഈ കാർബൺ 12 ഐസോറ്റോപ്പിന്റെ 12 മാസ് ആയിട്ടുള്ള AMUമായിട്ട് കമ്പയർ ചെയ്ത് പറയാനായിട്ട് തുടങ്ങി. ഓക്കെ. ഇതിനെയാണ് നമ്മൾ എന്താണ് അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മളൊരു എലമെന്റിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ മുകളിൽ എഴുതുന്ന നമ്പറാണ് അതിന്റെ മാസ് ആയിട്ട് എഴുതുന്നത്, ഇല്ലേ? താഴെ എഴുതുന്ന അതിന്റെ അറ്റോമിക് നമ്പറാണ്. ഓക്കെ. അപ്പം ആ ഒരു കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. നമുക്കത് ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. ഒരു പാത്രത്തിനകത്ത്, ഇത് പാത്രം എന്നൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് കേട്ടോ, നൈട്രജൻ ആറ്റങ്ങൾ മാത്രം കൺസിഡർ ചെയ്യാന്ന് വിചാരിച്ചു. ഇതൊരു നൈട്രജൻ ആറ്റം, ഇതൊരു നൈട്രജൻ ആറ്റം, ഇതൊരു നൈട്രജൻ ആറ്റം, ഇതൊരു നൈട്രജൻ ആറ്റം, നൈട്രജൻ ആറ്റം, നൈട്രജൻ ആറ്റം, നൈട്രജൻ ആറ്റം, നൈട്രജൻ ആറ്റം മാത്രം കൺസിഡർ ചെയ്തു. ഒരു സിംഗിൾ നൈട്രജൻ ആറ്റത്തിന്റെ മാസ് എത്രയാണെന്നറിയാം? നമുക്കറിയാം, ഒരു സിംഗിൾ നൈട്രജനെ റെപ്രസെന്റ് ചെയ്യുന്നത് 7-14 എന്നാണ്. ഈ മോളിൽ തന്നിരിക്കുന്ന മാസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത്? നൈട്രജന്റെ മാസ്. ഒരു സിംഗിൾ നൈട്രജന്റെ മാസ് 14 AMU എന്നാണ് എഴുതിക്കൊണ്ടിരുന്നത്. അതായത് 14 അറ്റോമിക് മാസ് യൂണിറ്റ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്താണ് ഈ ആറ്റോമിക് മാസ് യൂണിറ്റ്? ഒരു അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? 1/12
മാസ് ഓഫ് C12 ഐസോറ്റോപ്പ്. അതായത് കാർബൺ 12 ഐസോറ്റോപ്പിന് ഒരു മാസ് ഉണ്ടല്ലോ, ആ ഐസോറ്റോപ്പിന്റെ മാസിന്റെ ഡിവൈഡഡ് ബൈ 12 ചെയ്യും. അപ്പൊ നമുക്കൊരു വാല്യൂ കിട്ടും. ആ വാല്യൂവിനെയാണ് 1 ആറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പം നൈട്രജന് 14 ആണ് അതിന്റെ അറ്റോമിക് മാസ് എങ്കിൽ അതിനർത്ഥം കാർബൺ 12 ഐസോറ്റോപ്പിന്റെ 1/12 മാസിനെക്കാട്ടിലും 14 ടൈംസ് കൂടുതലായിരിക്കും നൈട്രജന്റെ മാസ് എന്നാണ്. കണ്ടോ, 14 AMU, അതായത് 14 into AMU. AMU എന്താ, 1/12 ഓഫ് മാസ് ഓഫ് കാർബൺ 12 ഐസോറ്റോപ്പ്. ഇതാണ് സംഭവം. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അപ്പൊ നിങ്ങൾ ചോദിക്കും, അയ്യോ ഞങ്ങൾ 14 ഗ്രാം എന്നല്ലേ എഴുതിയത്. ഓക്കെ, 14 ഗ്രാം എന്നാണ് എഴുതിയത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ. ഇത് ഒരു സിംഗിൾ ആറ്റത്തിന്റെ മാസ് ആണ് 14 AMU. എന്നാൽ നമ്മൾ ഇന്നലെ ഒരു കണക്ക് പഠിപ്പിച്ചായിരുന്നു. ഒരു മോൾ എന്ന് പറയുമ്പോൾ ഒരു ഡസൻ 12 എന്ന് പറയുന്ന പോലെ തന്നെ, ഒരു പെയർ 2 എന്ന് പറയുന്ന പോലെ തന്നെ, ഒരു മോൾ എന്ന് പറയുമ്പോൾ എന്താണെന്നാ പറഞ്ഞത്, 6.022 into 10⁻23 ആണെന്നാ പറയുന്നത്. അപ്പം 14 ഗ്രാം എന്ന് പറയുന്നത് ഈ 6.022 into 10⁻23 നൈട്രജൻ ആറ്റം ഒരുമിച്ച് എടുത്തു വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മാസിനെയാണ് 14 ഗ്രാം എന്ന് പറയുന്നത്. 14 AMU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ഒരു സിംഗിൾ നൈട്രജൻ ആറ്റത്തിന്റെ മാസ് ആയിരിക്കും 14 AMU. AMUവിനെ ഇപ്പൊ AMU എന്നല്ല പറയുന്നത് കേട്ടോ, U എന്നാ പറയുന്നത്. യൂണിഫൈഡ് മാസ് എന്ന് പറയുന്നത് അങ്ങനെ ആക്കി തിരുത്തിയായിരുന്നു. AMU എന്നായിരുന്നു പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ അത് വെറും U എന്നാ പറയുന്നത്. 14 U മീൻസ് യൂണിഫൈഡ് മാസ്, അറ്റോമിക് മാസ് തന്നെ. അപ്പം നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് എഴുതാനുള്ള ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഇന്നത്തേത് 1 AMU, ഇതിന്റെ താഴോട്ട് എഴുതേണ്ടതാണ്. 1 AMU is equal to 1/12 into mass of carbon 12 isotope. ഓക്കെ, ഇനിയും ഈ 1/12 കാർബൺ 12 മാസിന്റെ ഐസോറ്റോപ്പിന്റെ മാസിന്റെ ഡിവൈഡ് ബൈ 12 എത്രയാണ് കിട്ടുന്നതെന്ന് അറിയാമോ? 1.66 into 10⁻⁻27 kg ആയിരിക്കും. അതാണ് 1 AMUവിന്റെ യഥാർത്ഥ വാല്യൂ. അതായത് കാർബൺ 12 ഐസോറ്റോപ്പിന്റെ മാസ് നിങ്ങൾ കണ്ടുപിടിച്ചു, അത് ഡിവൈഡ് ബൈ 12 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന മാസ് ആണ് ഇതിനെയാണ് 1 AMU എന്ന് പറയുന്നത്. അപ്പം 14 AMU എന്ന് പറഞ്ഞ അർത്ഥം 14 into 1.66 into 10⁻⁻27 kg എന്നാണ് അർത്ഥം. റിയലി അർത്ഥം. അത് ഒരു ആറ്റത്തിന്റെ മാസ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അങ്ങനെ ഒന്നും പഠിക്കണ്ട, ജസ്റ്റ് AMUവിന്റെ ഒരു ഇത് മനസ്സിലാക്കിയാൽ മതി. അതായത് ഒരു സിംഗിൾ ആറ്റത്തിന്റെ മാസിനെയാണ് AMUവിൽ പറയുന്നത്. ഒരു മോൾ ആറ്റം എന്ന് പറയുമ്പോൾ അതിനകത്ത് 6.022 into 10⁻23 ആറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ ഗ്രാമിൽ, ആ AMUവിൽ പറയുന്ന അതേ വാല്യൂ തന്നെ ഗ്രാമിലാക്കിയാൽ മതി. ഇത്രയുമാണ്